Hi friends, I am Jasmin. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സെന്റ് ജെയിംസ് നഴ്സറി ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ വ്ളോഗ് നമ്മൾ സെന്റ് ജെയിംസ് നഴ്സറിയിലായിരുന്നു ചെയ്തിരുന്നത്. അത് വൈറ്റിലുള്ള ഷോപ്പാണ്. ഇത് അവരുടെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ആണ്. ഇവിടെയും ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. പ്രൈസും ഡീറ്റെയിൽസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെടികളും ഇവിടുത്തെ പ്രൈസും ഡീറ്റെയിൽസും കൂടെ നോക്കാം. നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സിന്റെ സെക്ഷനിലാണ്. നമ്മൾ വൈറ്റിലെ നഴ്സറിയിൽ കണ്ട എല്ലാ പ്ലാന്റ്സുകളും ഇവിടെയുണ്ട്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. മണി പ്ലാന്റിന്റെ ഒരു 4 വെറൈറ്റീസ് ഉണ്ട്. അത് നമുക്ക് സ്റ്റിക്കിൽ പടർത്തിയിട്ടുമുണ്ട്, അല്ലാതെ ചെറിയ ചെടിയായിട്ടുമുണ്ട്. പിന്നെ ഉള്ളത് ജെയ്ഡ് പ്ലാന്റ് ഉണ്ട്, പിന്നെ സിങ്കോണിയത്തിന്റെ വെറൈറ്റീസ് ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്, CC പ്ലാന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് ട്രെൻഡി പ്ലാന്റ്സുകൾ ഉണ്ട്. ഈ കാണുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 75 രൂപ മുതലാണ്. പിന്നെ ഉള്ളത് ആന്തൂര്യമാണ്. ആന്തൂര്യത്തിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇതിന്റെ പ്രൈസ് 350 രൂപയാണ്. പിന്നെ ഉള്ളത് CC പ്ലാന്റ് ആണ്. CC പ്ലാന്റിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 250 രൂപ മുതലാണ്. അഗ്ലോണിമയുടെ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. അഗ്ലോണിമയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 250 രൂപ മുതലാണ്. 250 രൂപ മുതൽ 600 രൂപ വരെയുള്ള അഗ്ലോണിമ ഉണ്ട്. പിന്നെ ഉള്ളത് ബോൺസായി ആണ്. ബോൺസായിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപ മുതൽ 7000 രൂപ വരെയാണ്. പിന്നെ ഉള്ളത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഒരുപാട് ടൈപ്പിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. 150 രൂപ മുതൽ 350 രൂപ വരെയാണ് പ്രൈസ്. എവർഗ്രീൻ ടർട്ടിൽ വൈൻ, ഫേൺസ്, ജെയ്ഡ് പ്ലാന്റ് അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഹാങ്ങിങ് ആയിട്ടും വെച്ചിട്ടുണ്ട്.
നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട വൈറ്റിലത്തെ നഴ്സറിയിലുള്ള എല്ലാ പ്ലാന്റ്സുകളും ഈ നഴ്സറിയിലും അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ട്രെൻഡി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറികളുടെ വിത്തുകളും തൈകളും ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ തൈകളും ഉണ്ട്. അപ്പം എല്ലാത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാവും. ആ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, മുകളിൽ കാർട്ടിലും കൊടുത്തിരിക്കാം, ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും കൊടുത്തിരിക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ സ്പേസിലല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റൂഫൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് അതൊന്നും പ്രശ്നമാക്കാതെ തന്നെ നമുക്ക് പ്ലാന്റ് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് സിങ്കോണിയമാണ്. സിങ്കോണിയത്തിൻ്റെ പ്രൈസ് 90 രൂപയാണ്. ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന പല ടൈപ്പിലുള്ള പ്ലാന്റ്സുകളുണ്ട്, നല്ല ട്രെൻഡി ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 രൂപ മുതലാണ്. 12 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഈ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലാന്റ്സ് ചോദിച്ചു വന്നാലും ആ പ്ലാന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത വൈറ്റിലത്തെ നഴ്സറിയിൽ നല്ല തിരക്കായിരുന്നു. ഹോൾസെയിലും റീറ്റെയിലും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ചെടികൾ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ അത്ര തിരക്കില്ല, എന്നിരുന്നാൽ തന്നെയും ഒരുപാട് ഹോൾസെയിൽ ആൾക്കാർ വരുന്നുണ്ട്. കാരണം എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെയുള്ള ചെറിയ ചെറിയ നഴ്സറികളാണെങ്കിലും റീറ്റെയിൽ ആയിട്ടുള്ള ആൾക്കാർ വാങ്ങിക്കുന്നതിനാണെങ്കിലും ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും വൈറ്റില നഴ്സറിയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വൈറ്റില നഴ്സറിയിൽ വന്നാൽ വാങ്ങിക്കാൻ സാധിക്കും. ഇത് ഇവരുടെ ഒരു ഗോഡൗൺ ഔട്ട്ലെറ്റ് പോലെയാണ്. ഇവിടെ സെയിൽ അധികമില്ല, എന്നാലും വരുന്നവർക്ക് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് സെയിലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് വൈറ്റിലുള്ള നഴ്സറി തന്നെയാണ്. അവിടെ ആകുമ്പം ഒരുപാട് പോട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെയാണുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഒരു സെല്ലിംഗ് ഔട്ട്ലെറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിലും വാങ്ങിക്കാം. നമുക്ക് എളുപ്പത്തിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നഴ്സറി എന്ന് പറയുന്നത് വൈറ്റിലയാണ്. വൈറ്റില ജംഗ്ഷനിൽ തന്നെയാണ്. വൈറ്റില തമ്മനം റോഡിൽ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് സെന്റ് ജെയിംസ് നഴ്സറി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ വന്ന് വാങ്ങിക്കാം. നഴ്സറിയുടെ ഡീറ്റെയിൽസും അഡ്രസ്സും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും നഴ്സറി വിസിറ്റും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.